തുടങ്ങിയുണ്ട്. അപ്പോൾ ഓം വിരാട് വിശ്വബ്രഹ്മണ്യേ നമ. ഇന്ന് കേരളത്തിലുള്ള വിശ്വകർമ്മ സമൂഹം നേരിടുന്ന അപചയങ്ങളെക്കുറിച്ച് നമുക്കറിയാം. ആധ്യാത്മികതയില്ലായ്മയിലൂടെ ഏറ്റവും ദുഷിച്ചതും മോശവുമായ പ്രവർത്തനങ്ങളിലൂടെ വിശ്വകർമ്മജർ സമൂഹത്തിൽ നിന്ദിതരായി മാറിയിരിക്കുന്നു. പ്രപഞ്ച സൃഷ്ടാവായ ഈശ്വരൻ്റെ നാമത്തിൽ അറിയപ്പെടുന്ന, ലോകത്തിലെങ്ങും അറിയപ്പെടുകയും ജീവിക്കുകയും ചെയ്യുന്ന ഒരേ ഒരു കുലം വിശ്വകർമ്മജരാണ് എന്നതിൽ ഒരു മാറ്റവുമില്ല. കാരണം കേരളം വിട്ടുകഴിഞ്ഞാൽ മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് ചെന്നാൽ നമ്മൾ ചാതുർവർണ്ണത്തിൽ കാണുന്ന ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ തുടങ്ങിയ കുലങ്ങളെല്ലാം പലവിധമായ ആചാരാനുഷ്ഠാനങ്ങളിലൂടെ പലവിധമായ പേരുകളിലാണ് അറിയപ്പെടുക. എന്നാൽ ഭാരതത്തിലെ എന്ന് മാത്രമല്ല, ലോകത്തിലെവിടെയും വിശ്വകർമ്മജർ എന്ന പേരിൽ മാത്രമാണ് അറിയപ്പെടുന്നത്. പക്ഷേ വേദനാജനകമെന്ന് പറയട്ടെ, ആത്മീയത ഇല്ലാതെ പോയി വിശ്വകർമ്മ കുലത്തിന്. അങ്ങനെയുള്ള വിശ്വകർമ്മജരെ ആത്മീയതയിലേക്ക് തിരികെ കൊണ്ടുവന്ന് ആത്മീയതയിലൂടെ ഭൗതിക മുന്നേറ്റം എന്ന സന്ദേശം പകർന്ന് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മയാണ് വിശ്വബ്രഹ്മ ശങ്കരാചാര്യ പീഠവും ആ പീഠം നേതൃത്വം നൽകുന്ന വിശ്വബ്രഹ്മണ ആചാര്യ സമിതിയും. ഇന്നിപ്പോൾ ഞാൻ ഈ ഇരിക്കുന്നത് തന്നെ കേരളത്തിലെ വിശ്വകർമ്മജരെ ആത്മീയമായി ഉണർത്തുക, അവരെ പ്രപഞ്ച സൃഷ്ടാവായ ഏകദൈവത്തിൻ്റെ സത്യത്തിലേക്ക് നടത്തുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തനം ആരംഭിച്ച ആലുവ വിശ്വബ്രഹ്മ വൈദിക വിദ്യാപീഠത്തിലാണ് ഇരിക്കുന്നത്. പൂജനീയ ഗുരുനാഥൻ ആചാര്യ ദിവാകർ വാദ്യാർജിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യരായിട്ടുള്ള ഒരുപാട് പേർ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും തന്നെ ആചാര്യന്മാരായി ഇന്നും പ്രവർത്തിച്ചു വരുന്നു. അങ്ങനെയുള്ള ആചാര്യന്മാരിൽ നിന്ന് ഏറ്റവും നല്ല നിലയിൽ ഗുരുവിനെയും അവർ പഠിച്ചു വന്ന വിദ്യാപീഠത്തെയും ഒക്കെ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ആദരവോടെ കാണുകയും ചെയ്യുന്ന ആചാര്യന്മാരെ, അതുപോലെ മറ്റുള്ള താന്ത്രിക വൈദിക ആചാര്യന്മാരെയും ജ്യോതിഷന്മാരെയും അതുപോലെ വാസ്തുകുല ആചാര്യന്മാരെയും എല്ലാം ചേർത്തിണക്കിക്കൊണ്ടാണ് ആചാര്യസമിതിയുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. അങ്ങനെയുള്ള ആചാര്യസമിതിയുടെ പ്രവർത്തനത്തിൽ ഈ വരുന്ന 17-ാം തീയതി, നവംബർ 17-ാം തീയതി തൃശ്ശൂരിൽ വെച്ച് തൃശ്ശൂർ ജില്ലയുടെ ആചാര്യ സംഗമം നടക്കുകയാണ്. ഈ ആചാര്യ സംഗമത്തിൽ കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന സമുദായ സംഘടനകളുടെയും പ്രതിനിധികൾ പങ്കെടുക്കുകയും അതുപോലെ ആചാര്യന്മാർ, ആ ജില്ലയിലെ ആചാര്യന്മാരെല്ലാവരും തന്നെ ഒരുമിച്ച് അവിടെ അണിനിരക്കുകയും ചെയ്യും. അവിടെ വെച്ച് ഏറ്റവും പ്രായം കൂടിയതും അതുപോലെ ഏറ്റവും പ്രായം കുറഞ്ഞതുമായ ആചാര്യന്മാരെയും അതുപോലെ കലാ സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരെയും നിരവധി പുരസ്കാരങ്ങൾ നേടിയവരെയും ഒക്കെ ആദരിക്കുകയും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ആചാര്യസമിതിയുടെ ഉദ്ദേശ ലക്ഷ്യം വിശ്വകർമ്മ കുലത്തെ ആത്മീയ ആചാര അനുഷ്ഠാനങ്ങളിലേക്ക് കൊണ്ടുവരിക എന്നതാണ്. ഇതിന് ഒരു രാഷ്ട്രീയ നേട്ടങ്ങളോ അല്ലെങ്കിൽ രാഷ്ട്രീയമായ ചിന്തകളോ ഒന്നും തന്നെ ഇല്ല. ഏത് രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചാലും ഏത് സമുദായ സംഘടനയിൽ പ്രവർത്തിച്ചാലും വിശ്വകർമ്മ കുലത്തിൽ ജനിച്ചവനാണ് ഞാനെന്ന് വിശ്വസിക്കുന്ന ഏതൊരാൾക്കും ഈ ആചാര്യസമിതിയുമായി ബന്ധപ്പെട്ട് അതിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കാം. ആചാര്യസമിതിയുടെ ഈ സംഗമത്തിലേക്ക് എല്ലാവരെയും വിശ്വബ്രഹ്മ ശങ്കരാചാര്യ പീഠത്തിൻ്റെ പീഠാധീശർ എന്ന നിലയിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ ആചാര്യസമിതിയുടെ പ്രവർത്തനങ്ങളിൽ മുൻ നിന്നുകൊണ്ട് അതിന് നേതൃത്വം നൽകുവാൻ, അതിൽ പങ്കെടുത്തുകൊണ്ട് അവരുടെ സംഘടനയുടെ, ആ സമുദായ സംഘടനയുടെ അവരുടെ എല്ലാവിധമായ പിന്തുണയും അറിയിച്ചുകൊണ്ട് ആശംസകൾ നേരുവാൻ, വിശ്വകർമ്മ കുലത്തെ സ്നേഹിക്കുന്ന, വിശ്വകർമ്മ കുലത്തെ അംഗീകരിക്കുന്ന, വിശ്വകർമ്മജർക്ക് ആത്മീയം വേണമെന്ന് വിശ്വസിക്കുന്ന എല്ലാ സംഘടനയുടെ പ്രതിനിധികളും അതിൽ പങ്കുചേരും എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഓം വിരാട് വിശ്വബ്രഹ്മണ്യേ നമഃ. ഒരു ഫോട്ടോ എടുക്കട്ടെ.